2025 ഇന്നത്തോടുകൂടി അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ പോർട്ട്ഫോളിയോയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ 2024 സെപ്റ്റംബർ മുതൽ മാർക്കറ്റ് ഒരു ഹെൽത്തിയായ കറക്ഷനിലായിരുന്നു. അപ്പോൾ മിക്കവാറും നമ്മുടെ പോർട്ട്ഫോളിയോസ് 2025 റെഡിഷ് ആയിരിക്കും. അത് 2026 ഗ്രീൻ ആകുമെന്ന പ്രതീക്ഷയിലായിരിക്കും പല ആളുകളും. പക്ഷേ അങ്ങനെയുള്ള പ്രതീക്ഷകൾക്ക് വലിയ സ്ഥാനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ആ ഒരു പോസ്റ്റ് കോവിഡ് എറ കഴിഞ്ഞു, അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. കാരണം പോസ്റ്റ് കോവിഡിൽ എല്ലാ സ്റ്റോക്കുകളും, നല്ലതും അല്ലാത്തതുമായ സകല സ്റ്റോക്കുകളും, ഏത് സ്റ്റോക്ക് എടുത്താലും കയറുന്നു, ഏത് സ്റ്റോക്ക് പറഞ്ഞാലും കയറുന്നു, അങ്ങനെയുള്ളൊരു മാർക്കറ്റ് കണ്ടീഷനായിരുന്നു. പക്ഷേ 2024 സെപ്റ്റംബറിന് ശേഷം അങ്ങനെയുള്ളൊരു മാർക്കറ്റ് അല്ല നമ്മുടെ മുമ്പിലുള്ളത്. ഓക്കെ, അത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള സാധ്യതയാണ് 2026 അതായത് 2024 സെപ്റ്റംബർ വരെയൊക്കെ കിട്ടിയിരുന്ന 2020-21 ശേഷം ആ ഒരു 21, 22, 23, 24 വരെ കിട്ടിയിരുന്ന ആ ഒരു മാർക്കറ്റ് നമുക്ക് 2026 എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അത് നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയേ പറ്റൂ. അതല്ലാതെ നമ്മൾ ബ്ലൈൻഡായിട്ട് 2026 നമ്മൾ രക്ഷപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുന്നത് ഒരു ബ്ലണ്ടറായിരിക്കും. പക്ഷേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും സിസ്റ്റമാറ്റിക്കായിട്ട്. നമ്മൾ മുമ്പ് പല സ്റ്റോക്കുകളും 5-10% ക്യാപിറ്റലിൻ്റെ 5-10% റിസ്ക് എടുത്ത ആളുകളുണ്ട്. ആ ഒരു സിസ്റ്റമൊക്കെ നിർബന്ധമായും മാറ്റേണ്ട ഒരു മാർക്കറ്റ് കണ്ടീഷനിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ 2025 നമ്മൾ ഏറ്റവും ടഫ് മാർക്കറ്റ് കണ്ട ഒരു വർഷമാണ് 2025 എന്ന് പറയുന്നത്. സ്റ്റോക്കുകളൊക്കെ പല സ്റ്റോക്കുകളും കയറുന്നുണ്ട്. വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് മാത്രമേ ഇതിൽ പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. അതല്ലാത്ത മിക്ക ആളുകളും സ്റ്റോക്ക് വൈസ് നോക്കുന്ന സമയത്ത് പലപ്പോഴും ലോസിലാകാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 2026 നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക എന്നതാണ്. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫണ്ടമെൻ്റൽ അനാലിസിസ്. നമ്മൾ പലപ്പോഴും ടെക്നിക്കൽ അനാലിസിസിന് മാത്രമാണ് സ്റ്റോക്ക് ട്രേഡിങ്ങിൽ നമ്മൾ പ്രാധാന്യം നൽകിയിരുന്നത്. അതിൽ നിന്നും ചെറിയൊരു ഷിഫ്റ്റ് നമുക്ക് വേണ്ടി വരുന്ന ഒരു സമയമാണിത്. ഫണ്ടമെൻ്റൽ അനാലിസിസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡീപ്പായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നും ഫണ്ടമെൻ്റലി നമ്മൾ അനലൈസ് ചെയ്ത സ്റ്റോക്കുകളിൽ അതിൻ്റെ റിസൾട്ടുകൾ നമ്മൾ വാച്ച് ചെയ്യുക, അതിൻ്റെ റിസൾട്ടുകൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം ആ സ്റ്റോക്കുകളിൽ ടെക്നിക്കലായിട്ടുള്ള എൻട്രി സെറ്റപ്പ് കിട്ടുന്ന സമയത്ത് മാത്രം എൻ്റർ ചെയ്യുക. ഇതാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ആ ഒരു മെത്തേഡിൽ മാത്രമേ നമുക്കിനി സ്റ്റോക്കുകളിൽ നമുക്ക് മണി ജനറേറ്റ് ചെയ്യാൻ പറ്റൂ, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുപോലെ നമ്മൾ വലിയ വലിയ സ്റ്റോപ്പ് ലോസുകൾ 10, 20, 30% സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്ന എങ്ങനെ താഴോട്ട് വന്നാലും തിരിച്ച് കയറും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ഹോൾഡ് ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇത് ആ കാലമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത്, അത് ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റലിൻ്റെ 1% കൂടുതൽ ഒരു കാരണവശാലും റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരു മാർക്കറ്റാണ്. അത് നമ്മൾ 2026 ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ക്യാപിറ്റലിൻ്റെ 1% കൂടുതൽ റിസ്ക് ഒരു കാരണവശാലും എടുക്കരുത് ഒരു സ്റ്റോക്കിൽ. അതുപോലെ നമ്മുടെ സ്റ്റോക്ക് കണ്ടമാനം സ്റ്റോക്കുകൾ വാങ്ങി വെക്കുന്ന ആളുകളുണ്ട്. ഇനി ക്യാപിറ്റലിൻ്റെ 1% റിസ്കിൽ 16, 20 സ്റ്റോക്കുകൾ എടുത്ത് വെക്കുന്നതുകൊണ്ടും കാര്യമില്ല. കാരണം ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി വരുന്ന സമയത്ത് എല്ലാ സ്റ്റോക്കുകളും ഒരുമിച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്തും നമ്മുടെ ക്യാപിറ്റലിൻ്റെ 10, 15, 20% ഒറ്റയടിക്ക് ലോസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പാഠങ്ങൾ നമുക്ക് ലഭിച്ചൊരു വർഷം കൂടിയാണ് 2025. അതിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വേണം 2026 നമ്മൾ സമീപിക്കാൻ. അപ്പോൾ കൃത്യമായിട്ട് മാക്സിമം ഒരു 4 സ്റ്റോക്കുകൾ മാത്രം ഹോൾഡ് ചെയ്യുക. ആ 4 സ്റ്റോക്കുകളിൽ എല്ലാം ചേർത്തിട്ട് എല്ലാം സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോലും, സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കാര്യമാണ് പ്രത്യേകമായിട്ട് പറയുന്നത്, എല്ലാ സ്റ്റോക്കുകൾ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോലും നമ്മുടെ ക്യാപിറ്റലിൻ്റെ 4% കൂടുതൽ ലോസ് വരാൻ പാടില്ല. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അതുപോലെ നമ്മൾ ഹ്യൂജ് പ്രോഫിറ്റ് ട്രയൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ പോലും 10% വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തതിന് ശേഷം നല്ലൊരു കറക്ഷൻ വരുന്നത് നമ്മൾ പലപ്പോഴും ഈ കാലയളവിൽ കണ്ടു. അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 10-15% പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഒരു ഹാഫെങ്കിലും ബുക്ക് ചെയ്ത് കൃത്യമായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്ത് പ്രൈസ് ആക്ഷൻ വെച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ട്രയലിംഗ് കൂടി നമ്മൾ പരിശീലിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടി ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഇത് ട്രയൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, 2026 നമുക്ക് അടിപൊളിയാക്കാം. അപ്പോൾ 2025 എങ്ങനെയാണെങ്കിലും
2026 ചുമ്മാ രക്ഷപ്പെടും എന്നൊരു വിചാരിക്കരുത്. കാരണം ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ആ പ്രോബ്ലത്തിന് കൃത്യമായ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലം നമുക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ പ്രോബ്ലം അവസാനിക്കുന്നത് അതിന് സൊല്യൂഷൻ കണ്ടെത്തുമ്പോഴാണ്. അതല്ലാതെ കാലം മായ്ക്കാത്ത മുറിവുകളുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉള്ള പ്രശ്നങ്ങളെ അതേപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഭീകരമാകും എന്നല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷന് ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, മാർക്കറ്റിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് കണ്ട ഒരു വർഷമാണ് 2025. അതിൽ നിന്നും കൃത്യമായിട്ട് പാഠം ഉൾക്കൊണ്ട് പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ട് നമുക്ക് 2026 വരവേൽക്കാം. അപ്പോൾ നിഫ്റ്റിയൊക്കെ ഇപ്പോൾ ഓൾ ടൈം ഹൈയുടെ അടുത്താണ് നിൽക്കുന്നുള്ളത്. പക്ഷേ നമ്മുടെ പോർട്ട്ഫോളിയോസിൻ്റെ കാര്യം പലപ്പോഴും വളരെ കഷ്ടമായിട്ടുണ്ടാവാനാണ് സാധ്യത. അപ്പോൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുക. അതിനുശേഷം ടെക്നിക്കൽ പ്രൈസ് ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ കൃത്യമായിട്ട് പ്രൈസ് ആക്ഷൻ വെച്ചുകൊണ്ടുള്ള ട്രേഡ്സ് മാത്രം ചെയ്യുക. വളരെ മിനിമലായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ ഉള്ള ട്രേഡ്സ് മാക്സിമം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പലപ്പോഴും സ്വിംഗ് ട്രേഡിങ്ങിന് ഞാൻ തന്നെ ആദ്യമൊക്കെ 10%, 15% സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നിടത്താണ് പിന്നീട് 5%, 6%, 8% കുറച്ചു. അവിടെ നിന്ന് ഇപ്പോൾ 4% കുറച്ചു. അവിടെ നിന്ന് 3% കുറച്ചു. ഇപ്പോൾ 1.5%, 2.5% സ്റ്റോപ്പ് ലോസ് വരുന്ന ട്രേഡ്സാണ് നമ്മളിപ്പോൾ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ മിനിമൽ സ്റ്റോപ്പ് ലോസിൽ നമ്മൾ ട്രേഡ് ചെയ്യണമെങ്കിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുകയും അതുപോലെ ഒബ്സർവ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അതും കൂടി ചെയ്യുക, അതിനുള്ള പ്രാക്ടീസ് ചെയ്യുക. പഠിക്കാൻ വേണ്ടി കൂടി നമ്മൾ 2026 ഉപയോഗിക്കുക. ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ഇതൊരു ഗാംബ്ലിംഗ് ആയിട്ട് കാണരുത്. അങ്ങനെ ഗാംബ്ലിംഗ് ആയിട്ട് കണ്ട ഒരുപാട് ആളുകളുടെ പതനം കണ്ട ഒരു വർഷം കൂടിയാണ് 2025. ഒരുപാട് ആളുകളാണ് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തത്. കടമെടുത്ത് ട്രേഡ് ചെയ്ത 5 ലക്ഷം നഷ്ടപ്പെട്ടു, അതല്ലെങ്കിൽ പണയം വെച്ച് ട്രേഡ് ചെയ്ത 10 ലക്ഷം നഷ്ടപ്പെട്ടു, 25 ലക്ഷം രൂപ നഷ്ടം വന്നു. ഇങ്ങനെ ഒരുപാട് ആളുകൾ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് കൂപ്പുകുത്തിയൊരു വർഷം കൂടിയായിരുന്നു 2025 എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെ ഗാംബ്ലിംഗ് ആയിട്ട് കാണുന്നതിന് പകരം സീരിയസ് ആയിട്ടുള്ള ബിസിനസ്സായിട്ട് കാണുക. സീരിയസ് ബിസിനസ്സായിട്ട് നിങ്ങൾ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യും, കൂടുതൽ അനലൈസ് നമ്മൾ ചെയ്യും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അഡ്വാൻസ്ഡ് ലെവലിൽ നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുക. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണത്. നമ്മൾ ട്രേഡേഴ്സ് പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുക, അത് പഠിക്കുക. അങ്ങനെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ സ്റ്റോക്കുകളിൽ മാത്രം നമ്മൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുക. അതല്ലാത്ത സ്റ്റോക്കുകൾ നമുക്ക് ഇൻട്രാഡേ ചെയ്യാം. ഇൻട്രാഡേ ചെയ്ത് അന്നേരം തന്നെ മാക്സിമം ഫാസ്റ്റായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാൻ പറ്റണം. അതല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ 2026 അടിപൊളിയാട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.